ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മഴ കഴിഞ്ഞപ്പോൾ എൻ്റെ പറമ്പിൻ്റെ ഇതാണ് ഞാനിങ്ങനെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന സ്ഥലമാണിത്. പക്ഷേ അവിടെ നിന്നെല്ലാം പോയി എൻ്റെ ബൊഗെയിൻവില്ല അങ്ങനെ തന്നെ പോയി, പുല്ല് കൊണ്ട് ബൊഗെയിൻവില്ല അങ്ങനെ തന്നെ കരിഞ്ഞു പോയി. പിന്നെ എല്ലാം നശിച്ചു പോയി. എൻ്റെ കുറേ ചെടികളൊക്കെ ഇവിടെയൊക്കെ വെച്ച ചെടികളൊക്കെ ഈ കാട്ടിനുള്ളിൽ നശിച്ചു പോയി. ആകെ ഉണ്ടെന്ന് 2 അരളി മാത്രം രക്ഷപ്പെട്ടു. പിന്നെ ഇതാ ഈ ചെടി കുറച്ചങ്ങ് നിൽക്കുകയാണ്. അതിനിപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇതാ ഇവനും ഇത്തിരി മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ എൻ്റെ വൈറ്റ് മെലസ്റ്റോമ എന്താണെന്നറിയില്ല, ഞാൻ പുല്ല് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇത് ചീത്തയായി പോയത്. എന്താണെന്നറിയില്ല, ഉണങ്ങിപ്പോയി. പുല്ലിൻ്റെ ഇടയിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ പുല്ലെല്ലാം പറിച്ചപ്പോൾ നീങ്ങും. അപ്പം ഞാൻ ഈ പറമ്പ് ഞാൻ തന്നെയാണ് നീറ്റാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 5000 രൂപയോളം കൊടുത്ത് ഞാൻ വൃത്തിയാക്കിയിട്ടതാണ് ഈ പറമ്പ്. പക്ഷേ ഇങ്ങ് നോക്കിയാൽ ഇത്രയും കാടാണ്, ഇത്ര വലിയ കാടുള്ള സ്ഥലമാണ്. ഇത്രയും വലിയ കാടുണ്ട്. അതിനകത്തൊക്കെ എൻ്റെ മെലസ്റ്റോമയൊക്കെ ചീത്തയായി പോയെന്ന് തോന്നുന്നു. നിങ്ങൾ വിചാരിക്കും പോലെയല്ല, അത്യാവശ്യം നല്ല കാടുണ്ട്. ഇത്ര പൊക്കത്തിൽ കാടുണ്ട്. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ പറമ്പ് വൃത്തിയാക്കുക. എൻ്റെ ഉപകരണങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഓരോ ദിവസവും എനിക്ക് സമയം കിട്ടുമ്പം ഈവനിങ് മോർണിംഗ് ഒക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഈ പറമ്പ് മൊത്തം ഞാൻ തന്നെയാണ് ഇതെല്ലാം വൃത്തിയാക്കുന്നത്. ഇടയ്ക്ക് മാത്രമേ എനിക്ക് എന്തെങ്കിലും വിഷമമുള്ള മീൻസ് ആരോഗ്യപരമായിട്ടോ അതൊരു മനസ്സൊക്കെ ഉണ്ടാവില്ല നമുക്ക് ചെയ്യാൻ, അതിലെ സമയം മാത്രമേ ഞാൻ ആളെ വെച്ച് വിളിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറമ്പ് ഏകദേശം ഒരു 21 സെൻറ്റോളം സ്ഥലമുണ്ട്. അതിലാണ് എൻ്റെ വീടിരിക്കുന്നത്. കുറച്ച് ബാക്കി ഭാഗമൊക്കെ ഞാൻ തന്നെയാണ് ഓരോ ദിവസവും ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇപ്രാവശ്യം എന്തിനായാലും ഫുൾ ഗാർഡനിങ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഒരു 5000 റുപ്പീസ് ഞാൻ ലാഭിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കുറേ പറമ്പ് വൃത്തിയാക്കി. ഇതൊക്കെ എനിക്ക് ഒരുപാട് ചെടികളുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇനി എല്ലാം ചെയ്യണം. ഒരുപാട് ചെടികൾ എനിക്കുണ്ടായിരുന്നു. ഇവിടെ മൊത്തം ചെടികളായിരുന്നു. പക്ഷേ അതൊക്കെ വീടിൻ്റെ റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെ ഞാൻ എടുത്ത് അവിടെ വെച്ചതാണ്. ഇനി ഒന്നുകൂടെ പിന്നെ എൻ്റെ ഗാർഡനിങ് ഒന്ന് റിനോവേറ്റ് ചെയ്യണം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ വിചാരിച്ചാൽ പണിക്കൂലി ഒരുപാട് കൊടുക്കാണ്ട് നമുക്ക് നമ്മുടെ പറമ്പൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. കുറേശ്ശെ ഓരോ ദിവസം ചെയ്യുക. അങ്ങനെ ഓക്കെ, എല്ലാവരും നന്നായിരിക്കും വിചാരിക്കുന്നു. ബൈ താങ്ക് യു.